നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ ദൈവതുല്യൻ കണ്ഠരര് രാജീവരോ? നടുങ്ങി നിൽക്കുകയാണ് അയ്യപ്പ വിശ്വാസികൾ. ശബരിമലയിൽ തങ്ങൾ ദൈവത്തെ പോലെ കണ്ട കണ്ഠരര് രാജീവര് ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിലേക്ക് പോകുന്നു. താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് താൻ ശബരിമലയിൽ ചെയ്തത്. തീരുമാനങ്ങൾക്ക് ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തൻ്റെ ജോലി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം. എന്നാൽ പോറ്റിയെ അവിടെ കൊണ്ടുവന്നത് താനല്ല എന്ന് കണ്ഠരര് രാജീവര് ഒരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. SIT ചോദ്യം ചെയ്യാനായി നേരത്തെ കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും വിളിച്ചു വരുത്തിയിരുന്നു. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്കിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു രാജീവര്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ നേരത്തെ സൂചിപ്പിച്ച ദൈവതുല്യർ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണോ രാജീവരുടെ അറസ്റ്റ്? ശബരിമലയിലെ താന്ത്രിക ജോലികൾ ചെയ്യുന്നത് കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനരും ഓരോ വർഷങ്ങൾ ഇടവിട്ട്. ഇരുവരെയും SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നേരത്തെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം കണ്ഠരര് രാജീവരെ വിട്ടയക്കുമ്പോൾ കണ്ഠരര് രാജീവരിലേക്ക് നീണ്ടു നിൽക്കുന്ന ചില സംശയങ്ങൾ. ആചാരപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് മാത്രമാണ് തന്ത്രിമാരോട് ചോദിക്കുന്നത് എന്നതായിരുന്നു കണ്ഠരര് രാജീവരുടെ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണം വെള്ളം തൊടാതെ വിഴുങ്ങാൻ SIT അത്ര വിഡ്ഢികളായിരുന്നില്ല. ശബരിമലയിൽ നിരന്തരം വരുമ്പോൾ കണ്ഠരര് രാജീവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധം. നേരത്തെ കീഴ്ശാന്തിയായി ജോലി ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ഠരര് രാജീവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. ബംഗളൂരുവിലെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും കണ്ഠരര് രാജീവരുമായി വലിയ ബന്ധം. എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് പരിചയം മാത്രമാണ് ഉള്ളത് എന്ന് കണ്ഠരര് രാജീവര് നൽകിയ മൊഴി. ഒടുവിലിത ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു. കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഉച്ചകഴിഞ്ഞ് കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേസിൽ സുപ്രധാന വഴിത്തിരിവ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് ADG PH വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനുശേഷം ഈഞ്ചക്കല്ലിലെ SIT ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ഠരര് രാജീവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അറസ്റ്റ്. തന്ത്രിക്ക് പോറ്റിയുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര സ്വാതന്ത്ര്യം ശബരിമലയിൽ കിട്ടിയതിന് പിന്നിൽ കണ്ഠരര് രാജീവരുടെ ഇടപെടലുകളായിരുന്നു എന്ന് ജീവനക്കാരും മൊഴി നൽകി. കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി നിൽക്കുന്നു. ഇതിനിടയിൽ രാജീവരുടെ അറസ്റ്റ് ചിലരെ രക്ഷിക്കാനാണ് എന്ന പ്രചരണം ശക്തമാകുന്നു. കണ്ഠരര് രാജീവരുടെ ബന്ധു രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: ജീവിതത്തിൽ ഇന്നേവരൊരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ല, ഒരു കുറ്റവും പഴിയും കേൾപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നുപോലും ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവര് അവറുകളെക്കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശമില്ല. തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. വിശ്വാസം ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അധികാരം, ഉത്തരവാദിത്വം. 15-ലധികം രാജ്യങ്ങളിൽ 100 അമ്പലങ്ങളിൽ പ്രതിഷ്ഠാ പൂജകൾ നടത്തിയ സാക്ഷാൽ ഭഗവാൻ പരശുരാമൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2 ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നാണ് താഴ്മൺ. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കി കുടുക്കിയാൽ മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്താനാകുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ എന്നറിയില്ല. കോടതിയും സ്വാമി അയ്യപ്പനും തീരുമാനിക്കട്ടെ. ബ്രാഹ്മണ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ, വിശ്വാസ സംഘടനകൾ എന്നിവരുമായി സംസാരിക്കുന്നുണ്ട്. കണ്ഠരര് രാജീവരുടെ മുഖത്ത് അത്ര പ്രകടമായിരുന്നില്ല. എന്നാൽ മോഹനരുടെ മുഖത്ത് പലപ്പോഴും നമുക്കൊരു കള്ളലക്ഷണം കാണാമായിരുന്നു. മുമ്പൊരിക്കൽ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ഠരര് മോഹനരേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ശബരിമല തന്ത്രിയെ സംബന്ധിച്ച് പണത്തിന് മുട്ടൊന്നുമില്ല. കാണിക്കയായി അദ്ദേഹത്തിന് നേർക്ക് പൊഴിഞ്ഞു വീഴുന്നത് ലക്ഷങ്ങളും കോടികളും. എന്നിട്ടും പണത്തോടുള്ള ആർത്തി ഇപ്പോഴും കണ്ഠരര് രാജീവരെ വിട്ടൊഴിഞ്ഞില്ലേ? ദേവന്റെ സ്വർണ്ണാലങ്കാരങ്ങൾ മുഴുവൻ കക്കാൻ കൂട്ടുനിന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ നേർക്ക് ഇപ്പോൾ അയ്യപ്പ ഭക്തർ വെറുപ്പിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിക്കുന്നു. മറുവശത്ത് സുപ്രീം കോടതി പോലും ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞ KP ശങ്കർദാസ് വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നുവെന്നാണ് ശങ്കർദാസിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. പോലീസിലെ ഒരു വിഭാഗവും പറയുന്നത് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ ആരോഗ്യപരമായ കാരണങ്ങൾ അനുവദിക്കില്ലെന്ന്. എന്നാൽ മറുവശത്ത് തന്ത്രിയും മന്ത്രിയുമൊക്കെ നേരത്തെ മുതൽ സംശയത്തിൻ്റെ മൂടുപടത്തിനുള്ളിൽ അകപ്പെട്ട് കഴിയുകയായിരുന്നു. അതിൽ തന്ത്രി കുടുങ്ങി. ഇനി മന്ത്രിയുടെ നേർക്ക് അന്വേഷണ സംഘത്തിന് തങ്ങളുടെ
കൈകൾ തിരിക്കാൻ ശക്തിയുണ്ടോ എന്ന ചോദ്യം കേരളം ശക്തമായി ഉയർത്തുന്നു. മന്ത്രിയെ രക്ഷിക്കാൻ ഇപ്പോൾ തന്ത്രിയെ കുടുക്കിയതാണോ എന്ന ചോദ്യവും ശ്രദ്ധേയമാണ്. സ്വർണ്ണക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിനുകളാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിൽ അനാവൃതമാകുന്നത്. പോറ്റിയിൽ തുടങ്ങി പിന്നീട് ഭണ്ഡാരിയിലെത്തി ഒടുവിൽ ഗോവർദ്ധൻ പിന്നീട് തന്ത്രിയിലെത്തി നിൽക്കുന്നു. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മുൻ കമ്മീഷണറുമൊക്കെ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് പിടയുന്നു. കണ്ഠര് രാജീവരെ ഇനി പോലീസ് തെളിവെടുപ്പിനായി ശ്രീകോവിലിലേക്ക് കൊണ്ടുവരും. നാടുനീളെ കൊണ്ടു നടന്ന് പരമാവധി ഒരുപക്ഷെ ഈ കേസിൽ നിന്ന് ശ്രദ്ധ മറ്റൊരു തലത്തിലേക്ക് തിരിക്കാനും കഴിഞ്ഞേക്കാം. കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ തെളിവുകൾ കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും SITക്ക്. കാരണം തന്ത്രിയുടെ അറസ്റ്റ് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കും. കേരളത്തിലെ അയ്യപ്പ ഭക്തർ പറയുന്നത് ഒന്നു മാത്രം: ഹിന്ദു മതവിശ്വാസി എന്ന നിലയിൽ ദൈവത്തിൻ്റെ മുതൽക്കട്ട ഒരുത്തനും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ മുതൽക്കട്ടവരും അതിന് കൂട്ടുനിന്നവരും പങ്കുപറ്റിയവരുമൊക്കെ നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടണം. ഇനി നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടാതെ വഴുതി മാറിയവർ ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ വരെ കിടക്കുന്ന വിചിത്ര കാഴ്ചകൾ. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന തന്ത്രി അറസ്റ്റിലാകുമ്പോൾ ഇനി തന്ത്രിക്കപ്പുറം ആരൊക്കെ അറസ്റ്റിലേക്ക് വീഴുമെന്ന് കാത്തിരുന്ന് കാണാം. തന്ത്രി കണ്ഠര് മോഹനരും നേരത്തെ SITക്ക് മൊഴി നൽകിയിരുന്നു. തന്ത്രിയിൽ നിന്ന് കഴിഞ്ഞ നവംബറിൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. ക്ഷേത്രത്തിലെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയെല്ലാം ചുമതല ദേവസ്വം ബോർഡിനാണ്. പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി ദേവസ്വം ഉദ്യോഗസ്ഥരാണ് തങ്ങളെ സമീപിച്ചത് എന്ന് തന്ത്രി SITക്ക് മൊഴി കൊടുത്തിരുന്നു. ദേവസ്വം ബോർഡ് അപേക്ഷിച്ചപ്പോൾ അനുമതിയും ഭഗവാന്റെ അനുഗ്രഹവും നൽകുകയാണ് ചെയ്തത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ അങ്കിയുടെ നിറം മങ്ങിയതുകൊണ്ട് അത് നവീകരിക്കാൻ അനുമതി നൽകി. സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരായിരുന്നുവെന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതുകൊണ്ട് സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ അനുവദിക്കാവുന്നതാണ് എന്ന കുറിപ്പും ഈ തന്ത്രി നൽകി. 1998 സ്വർണം പൊതിഞ്ഞതാണ് എന്ന വസ്തുത ഈ കുറിപ്പിലുണ്ടായിരുന്നില്ല എന്നാണ് A. പത്മകുമാർ പറഞ്ഞത്. ഈ കുറിപ്പിലാണ് പിന്നീട് മുരാരി ബാബു ചെമ്പുപാടി എന്ന് മാറ്റി എഴുതുന്നത്. പോറ്റിയെ അറിയാമെന്നും എന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം മാനിച്ചാണ് താൻ അത്തരമൊരു കുറിപ്പ് നൽകിയതെന്നുമാണ് കണ്ഠര് രാജീവര് നൽകിയ മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ കാവലേൽപ്പിച്ച തന്ത്രി കൂടി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നുവോ? താന്ത്രിക സ്ഥാനത്തിന് റിട്ടയർമെൻ്റ് ഇല്ല എന്നൊരിക്കൽ കണ്ഠര് രാജീവര് പറഞ്ഞിരുന്നു. താന്ത്രിക സ്ഥാനം ഒരു ജോലിയല്ല, അത് കർമ്മമാണ്. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് റിട്ടയർമെൻ്റ് ഇല്ല. 2023 കർക്കിടക മാസപൂജകൾക്കായി മകൻ ശബരിമല സന്നിധാനത്തെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. രാജീവര് തൽക്കാലം വിരമിക്കുകയാണോ എന്ന ചോദ്യത്തിനാണ് ഇത്തരമൊരു ഉത്തരം രാജീവര് നൽകിയത്. മറുവശത്ത് സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു കഴിഞ്ഞു. കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവര് അറസ്റ്റിലാകുമ്പോൾ കേരളം ധരിച്ചു നിൽക്കുന്നു. ഇനി ഏതൊക്കെ വമ്പന്മാർ അറസ്റ്റിലേക്ക് വീഴുമെന്ന് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായക ഘട്ടമാണിപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.